ഷാനിബ് ഏത് ഛത്തീസ്ഗഡിൽ നിന്ന് വന്ന അവിടുത്തെ ഒരു ട്രൈബ് വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ്, ഒരു ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ്. ഈ മർദ്ദനം നടത്തിയവരെ സംബന്ധിച്ച് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ അല്ലെങ്കിൽ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്നതെല്ലാം ബംഗ്ലാദേശികളാണ്, ഇങ്ങനെ കേരളത്തിലേക്ക് എത്തുന്നവരെല്ലാം മുസ്ലിങ്ങളാണ് എന്നൊരു പൊതുബോധം ഇവരുടെ മനസ്സിലേക്ക് ഇവർ അടിച്ച് ഏൽപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുമാത്രവുമല്ല, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബംഗ്ലാദേശിലടക്കം നടന്ന പല സംഭവങ്ങളുടെയും ഒരു വലിയ തോതിലുള്ള ഒരു പ്രചണ്ഡമായ പ്രചരണം ഈ പറയുന്ന അതിതീവ്ര ഹിന്ദു വിഭാഗങ്ങൾക്കിടയിൽ നടന്നു വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമ്മൾക്ക് ഇതിനെ കാണാൻ കഴിയും. അത്രമാത്രം വലിയ തോതിൽ, കാരണം ഇവരെ സംബന്ധിച്ച് ആ ഒറ്റ ചോദ്യമേ വരുന്നുള്ളൂ, വേറൊരു ചോദ്യവും വരുന്നില്ല. ബംഗ്ലാദേശിയാണോ എന്നൊരു ചോദ്യം മാത്രമേ വരുന്നുള്ളൂ. ഷാനിം. അതെ, തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത്. സംഘപരിവാരത്തിന്റെ ഒരു പ്രവർത്തന പദ്ധതിയുണ്ട്, ഒരു ശത്രുവിനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അത് ഓരോ സ്ഥലങ്ങളിൽ ഓരോ തലത്തിൽ അത് പ്രവർത്തിക്കുന്നു. മണിപ്പൂരിൽ അത് പ്രവർത്തിക്കുന്നത് വേറെ തരത്തിലാണ്. ഇപ്പോൾ തന്നെ പാലക്കാട് അതിനുശേഷം വന്നൊരു വാർത്ത, അവിടെ ക്രിസ്മസ് കരോളുമായി ബന്ധപ്പെട്ട് കരോൾ യാത്ര നടത്തുന്ന ആളുകളെ ആക്രമിച്ച വാർത്തകൾ പുറത്തു വരികയാണ്. അപ്പൊ എന്ത് ചെയ്യാനും മടിയില്ലാത്ത ഒരു വിഭാഗമായി മുസ്ലിം വിരുദ്ധതയും ദളിത് വിരുദ്ധതയും അതുപോലെ ന്യൂനപക്ഷ വിരുദ്ധതയും ഒക്കെ മാത്രം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഇന്ധനമാക്കി കാണുകയും അത് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ അവർ ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത്തരം ഒരു ക്രിമിനൽ സംഘത്തെ വളർത്തിയെടുക്കുന്ന ഒരു ആശയ പ്രചരണത്തിന്റെ വിഭാഗമായി, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ആ വാക്കൊന്നുകൂടി പറയുകയാണ്, അതായത് അവരുടെ ഒരു പ്രവർത്തന പദ്ധതി ഇതാണ്. ഇങ്ങനെയുള്ള ശത്രുക്കൾ നമ്മുടെ നാട്ടിലേക്ക് വരും. ഇവർക്ക് കേവലം ഒരു സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇവർക്ക് ചിന്തിക്കാൻ കഴിയും, ബംഗ്ലാദേശിൽ നിന്ന് ഒരു സാധാരണക്കാരന് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ എങ്ങനെയാണ് വരാൻ കഴിയുക എന്നതുപോലും അവർ ആലോചിക്കുന്നില്ല എന്നുള്ളതാണ്. അവരുടെ മനസ്സിൽ സെറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ മുസ്ലിം വിദ്വേഷവും ഈ അപരമത വിദ്വേഷവും അതോടൊപ്പം തന്നെയുള്ള ഈ വംശീയ വിദ്വേഷവും ഒക്കെ അവരിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊക്കെ ആശങ്കപ്പെടുത്തുന്നത്, ഇത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇതിങ്ങനെ സംഭവിക്കുന്നു. നമ്മൾ പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ട്, ഇത് കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുന്ന തരത്തിൽ എങ്ങനെയാണ് RSSന് അവരുടെ താല്പര്യങ്ങൾ ഈ ചെറുപ്പക്കാരിലേക്ക് എങ്ങനെയാണ് കുത്തിവെക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഇനിയിപ്പോ ബംഗ്ലാദേശി ആണെന്ന് തന്നെ വെക്കുക, അയാളെ തല്ലിക്കൊല്ലാനുള്ള ലൈസൻസ് RSSന് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇവിടത്തെ രാജ്യം ഭരിക്കുന്ന മന്ത്രിക്ക് കിലോമീറ്ററുകൾ, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള ബംഗ്ലാദേശിൽ നിന്ന് ഒരു കുടുംബം ഇങ്ങോട്ട്, അല്ലെങ്കിൽ ഒരാൾ തൊഴിലന്വേഷിച്ച് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കഴിയാത്ത ആളാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി എന്ന് അവർ കരുതുന്നുണ്ടോ? എന്നിട്ട് അതിന്റെ എല്ലാം ചുമതല ഇവിടുത്തെ RSSന് നൽകിയിരിക്കുകയാണോ? എന്താണ് ഇവർ മനസ്സിലാക്കുന്നത്? ഇതുകൊണ്ട് ഇവർ എന്ത് നേട്ടമാണ്? ഞങ്ങൾ ഒരു ബംഗ്ലാദേശിയെ കൊന്നു, ഒരു മുസ്ലിമിനെ കൊന്നു എന്ന് പറയുമ്പോൾ ഇവർക്ക് കിട്ടുന്ന എന്ത് സന്തോഷമാണ് ഇവർക്ക് കിട്ടുന്നത്? അതിലൂടെ അവർ ഏത് രാഷ്ട്രീയമാണ് ഈ നാട്ടിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? എന്നാൽ അതിനെതിരെ ശക്തമായി ശബ്ദിക്കേണ്ട ആളുകൾ പോലും, ഇപ്പോ കോൺഗ്രസ് ആണല്ലോ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി. ആ കോൺഗ്രസ് ഇപ്പൊ മഹാത്മാഗാന്ധിയെ രണ്ടാമതും വധിക്കുന്നു എന്ന നിലയിൽ നമ്മുടെ നാട്ടിൽ ചില പ്രചരണങ്ങളൊക്കെ നാട്ടിൽ നമുക്കറിയാമല്ലോ. ഇപ്പൊ മഹാത്മാഗാന്ധിയുടെ പേര് തന്നെ ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങൾ RSS നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരോടൊപ്പം പോയിരുന്ന് ചായ കുടിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ, ഉന്നതരായ കോൺഗ്രസ് നേതാക്കൾ നമ്മൾ ഇതില് നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നത്, നമ്മൾ ഇത്രയും പ്രബുദ്ധമായ ഒരു സംസ്ഥാനം, വിദ്യാഭ്യാസപരമായി വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനം, അതിലുപരി മതേതര പുരോഗമന കക്ഷികൾക്ക് അതിശക്തമായ സ്വാധീനമുള്ള ഒരു സംസ്ഥാനം, ഇത്രയൊക്കെ ആയിട്ട് പോലും ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ അല്പം സ്വാധീനമേ ഈ സംസ്ഥാനത്തു കൂടി ലഭ്യമായാൽ എന്തായിരിക്കും സാഹചര്യം, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മുടെ സാധാരണ മനുഷ്യർക്ക് ആലോചിക്കാൻ കഴിയുന്ന ഒരു സന്ദർഭമാണിത്. ഷാനിബ്. അതെ, തീർച്ചയായും ഞാൻ അതാണ് പറഞ്ഞത്. ഞാൻ തുടക്കത്തിൽ തന്നെ ഞാനത് പരാമർശിച്ചിട്ടാണ് പോയത്. അതായത് തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പോ ഇടതുപക്ഷത്തിന് തെരഞ്ഞെടുപ്പിൽ ഒരു ക്ഷീണം സംഭവിച്ചിരിക്കുന്നു എന്ന നിലയിൽ ഉള്ള വാർത്തകൾ വരികയും BJP എന്തോ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളൊക്കെ വരികയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവർക്കുണ്ടാകുന്ന ആ ആത്മവിശ്വാസം അതിന്റെ കൂടിയാണോ എന്ന് വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. അതായത് അവർക്ക് സ്വാഭാവികമായിട്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും
അവർക്ക് തെരഞ്ഞെടുപ്പിൽ ഒരു മേൽക്കൈ കിട്ടി എന്ന് തന്നെ വെക്കുക. ഞാൻ അതിന്റെ കണക്കുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതെന്താണ്, അതിന്റെ പൊള്ളത്തരം എന്താണെന്ന് നമുക്കറിയാം. പക്ഷെ മാധ്യമങ്ങൾ ഉണ്ടാക്കി വെച്ചൊരു ഹൈപ്പ് ഉണ്ടല്ലോ, ഒരു മേൽക്കൈ കിട്ടുന്നു എന്ന തരത്തിലുള്ള ചിലപ്പോൾ തിരുവനന്തപുരത്തൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പിന്നെ സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സ്വാഭാവികമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർ കൂടുതൽ ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുകയാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുക. എന്നാൽ അവർക്ക് അത്തരത്തിലൊരു അപ്പർ ഹാൻഡ് കിട്ടുന്നു എന്ന നിലയിലുള്ള ഒരു പ്രചരണം വന്നാൽ പോലും അവർ അവരുടെ യഥാർത്ഥ മുഖം പ്രദർശിപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് ഇപ്പോഴല്ല, ഇതൊരു RSSന്റെ ഒരു പിന്നെ ആശയ പ്രചരണത്തിന്റെ ഭാഗമായി അവർ ഉണ്ടാക്കിയെടുക്കുന്ന വെറുപ്പാണ്. നമുക്കറിയാം ഇതൊന്നും പരസ്യമായിട്ട് നമ്മൾ എവിടെയും കേൾക്കുന്നില്ല. ഇപ്പൊ പ്രധാനമന്ത്രിയും പിന്നെ ആഭ്യന്തരമന്ത്രിയും ഒക്കെ ഈ പറയുന്നത് പോലെ ബംഗ്ലാദേശിനെ കുറിച്ചൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ബംഗ്ലാദേശ് വിരോധത്തെ, ബംഗ്ലാദേശിനോടുള്ള വെറുപ്പിനെ കുറിച്ചൊക്കെ അവർ പിന്നെ ആഹ്വാനം നടത്തുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പ്രചരണം നടക്കുന്നതായിട്ട് നമ്മൾ അറിയുന്നില്ല. പക്ഷെ പിന്നീട് എങ്ങനെയാണ് ഇവർ ഈ വെറുപ്പ് പ്രചരിപ്പിക്കുന്നത്, എങ്ങനെയാണ് ഈ വെറുപ്പ് ഉണ്ടാക്കുന്നത്? ഏതെങ്കിലും 4 ആളുകൾ കൂടി ഒരു ആൾ ബംഗ്ലാദേശിയാണ് എന്ന് ആരോപിച്ച് അയാളെ കൊന്നുകളയാം എന്ന് തീരുമാനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തന പദ്ധതികളിൽ കേരളത്തിലും RSS വിജയിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ വളരെ ഗൗരവത്തിൽ ഈ കാര്യത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ അവർക്കൊരു അപ്പർ ഹാൻഡ് കിട്ടി എന്ന നിലയിൽ അവർ ഒരു ആനന്ദത്തിലാണ്. തീർച്ചയായും ഷാനിബ്, ഇന്നലെ തിരുവനന്തപുരം നഗരസഭയിലെ പിന്നെ സത്യപ്രതിജ്ഞ നടക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഗണഗീതം പാടുകയാണ്. വേറെ സംസ്ഥാനത്ത് എത്രയോ തദ്ദേശ സ്ഥാപനങ്ങൾ ഉണ്ടായി, എല്ലായിടത്തും സത്യപ്രതിജ്ഞ നടന്നു. പക്ഷെ ഒരിടത്ത് പോലും ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും ഈ തരത്തിൽ തങ്ങളുടെ മുദ്രാവാക്യം വിളിക്കാനോ ഒന്നും ആരും തയ്യാറായില്ല. പക്ഷേ ഇവർക്ക് അവിടെ പാസ് പോലും ഇല്ലാതെ കുറേ ആൾക്കാർ നഗരസഭാ ഹാളിലേക്ക് കടന്നു കയറുകയാണ്, അവിടെ ഗണഗീതം പാടുകയാണ്. നിയമവും ഈ നീതിയും ന്യായവും ഒന്നും അവർക്കൊരു പ്രശ്നമേ അല്ല എന്ന് ഓരോ തവണയും അവർ തെളിയിച്ചു കൊണ്ടേയിരിക്കുന്നു. തീർച്ചയായും അതെ, അത് പിന്നെ അങ്ങ് സൂചിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം കഴിഞ്ഞ ഇപ്പൊ കുറെ കാലമായിട്ട്, ഇപ്പൊ കഴിഞ്ഞ 10 വർഷമായിട്ട് CPM കേരളം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷത്തിന് എല്ലാ തരത്തിലുമുള്ള അപ്രമാദിത്വവും ഈ ഈ കഴിഞ്ഞ 10 വർഷം ഏത് തരത്തിൽ വേണമെങ്കിലുമുള്ള അപ്രമാദിത്വമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി കേരളത്തിൽ നിൽക്കുകയാണ്. പക്ഷെ എത്ര പിന്നെ തന്മയത്വത്തോടെയാണ്, അല്ലെങ്കിൽ എത്ര പിന്നെ വളരെ മനോഹരമായിട്ട് നമ്മുടെ നാടിന്റെ സെക്യുലറിസത്തെയും നമ്മുടെ നാടിന്റെ പാരമ്പര്യത്തെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ കേരളത്തെ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പലതരത്തിലുള്ള കലാപങ്ങൾക്കുള്ള ശ്രമങ്ങൾ അത് പല തരത്തിൽ പല മേഖലയിൽ നടന്നെങ്കിലും അതിനെല്ലാം ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണുകയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു BJPക്ക് ഒരല്പം സീറ്റ് അധികം കിട്ടുന്നു എന്ന് വരുമ്പോഴേക്കും അവർ അവരുടെ ഭീകരമായ രൂപം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ച മറ്റൊരു കാര്യം, ഇപ്പോ കഴിഞ്ഞ ഈ 10 വർഷത്തിനിടയിൽ കേരളത്തിനെതിരെ CPM-നെതിരെ കോൺഗ്രസിന്റെ ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട്, CPM-നെതിരെ ഒരുപാട് പ്രചരണങ്ങൾ നടന്നിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിനെതിരെ അല്ലെങ്കിൽ RSS നടപ്പിലാക്കുന്ന സംഘപരിവാരം ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ അവരുടെ നേതൃത്വത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകൾക്കെതിരെ ഞാൻ ഉദാഹരണങ്ങളൊന്നും പറയുന്നില്ല. നമുക്കറിയാം ഒരുപാട് സംഭവങ്ങൾ, സ്കൂളുകളുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങൾ, അങ്ങനെ നിരവധി സംഭവങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ ഇവർ മൗനം പാലിക്കുകയാണ്. എന്നാൽ CPM-നെതിരെ നിരന്തര സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് RSS അങ്ങനെ വെറുക്കപ്പെടേണ്ടതല്ല, അല്ലെങ്കിൽ സംഘപരിവാർ അങ്ങനെ വിമർശിക്കപ്പെടേണ്ടതല്ല. സംഘപരിവാരത്തെ കോൺഗ്രസ് വിമർശിക്കാതിരിക്കുമ്പോൾ തന്നെ അത് വിമർശിക്കപ്പെടേണ്ടതല്ല എന്നൊരു നരേഷനിലേക്ക് അവർക്ക് എത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോ ആ തരത്തിൽ കോൺഗ്രസ് ഏതാണ്ട് വെറും CPM വിരുദ്ധത മാത്രം കൊണ്ട് രാഷ്ട്രീയത്തിൽ നിൽക്കുകയും തെരഞ്ഞെടുപ്പിൽ ജയിക്കാം എന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു വഴിയിലൂടെ RSS അവർ ശക്തി പ്രാപിച്ചു വരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയും ഇവർ ഒരു ഭാഗത്ത് പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിനെ കൂടി മുതലെടുത്തുകൊണ്ട് RSSന് ഞാൻ ഒരു 10 വർഷക്കാലം CPM ഭരിക്കുമ്പോൾ CPM-ന് വേണമെങ്കിൽ കേരളത്തിൽ എല്ലാ പിന്നെ വിപ്ലവ ഗാനങ്ങളോ അല്ലെങ്കിൽ ഏത് തരത്തിൽ വേണമെങ്കിൽ CPM-ന് പ്രകടമാക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ CPM അതിനെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ എല്ലാ അന്തസ്സും ഉൾക്കൊണ്ടുകൊണ്ട് ഈ നാടിനെ ഒരുമിച്ച് മുന്നോട്ട് നയിക്കുമ്പോൾ BJPക്ക് 4-5 സീറ്റ് അധികം കിട്ടുമ്പോഴേക്കും അവർ രണഗീതം പാടുകയാണ്. അവർ ഭാരതാംബയെ അവർ പുനഃസ്ഥാപിക്കുകയാണ്.
അങ്ങനെ നമ്മൾ ഒരു ഘട്ടത്തിൽ ആരെങ്കിലും എതിർത്താൽ അതാ ഹിന്ദുവിനെ എതിർക്കുന്നു, ഹിന്ദു പിന്നെ വിശ്വാസത്തെ അപമാനിക്കുന്നു എന്ന തരത്തിൽ അവർ പ്രചരിപ്പിക്കുകയാണ്. ഇപ്പൊ തന്നെ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ പ്രചരണ വാഹനവും UDF-ന്റെ പ്രചരണ വാഹനവും തമ്മിൽ തിരിച്ചറിയാൻ പറ്റുമായിരുന്നില്ലല്ലോ. അവിടെ മുഴുവൻ മുഴങ്ങിക്കേട്ടത് വിശ്വാസികളെ കുറിച്ചായിരുന്നല്ലോ. വിശ്വാസികളെ വ്രണപ്പെടുത്തുന്നു, വിശ്വാസികളുടെ എല്ലാം നഷ്ടപ്പെടുത്തുന്നു എന്ന തരത്തിൽ ഒരു ഇന്നലെ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിൽ BJP-യുടെയും കോൺഗ്രസിന്റെയും അംഗങ്ങൾ സ്വാമി ശരണം വിളിച്ച് നിരന്തരമായി അവർ തമ്മിലുള്ള പരസ്പര ഐക്യം പ്രകടിപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഷാനിബ്, ഞാൻ ഒരു കാര്യം കൂടി, അതായത് ഞാൻ ഇത്രയും ഈ ഒരു ക്രൂരമായ കൊലപാതകം നടക്കുന്നു, സംഘപരിവാറുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് അതെന്ന് വ്യക്തമാവുകയും ചെയ്തിട്ട് പോലും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ സംഘപരിവാർ ബന്ധം അതിൽ നിന്ന് നൈസായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഏറ്റവും ഗുണ്ടായിസത്തിൽപ്പെട്ട ഗുണ്ടാ കേസുകളിൽ അടക്കമുള്ള ആൾക്കാരാണ് ഈ പ്രതികളായിട്ട് വന്നിട്ടുള്ള ആൾക്കാർ. അവരെ അടക്കം സംരക്ഷിക്കേണ്ട ഗതികേടിലേക്ക് നമ്മുടെ ഉന്നതമായ മാധ്യമങ്ങൾ പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം എത്ര ഭയാനകമാണ്. നമ്മളുടെ സമൂഹത്തിൻ്റെ നീതി നടപ്പാക്കുക എന്ന കർത്തവ്യം പലപ്പോഴും മറന്നുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മാധ്യമങ്ങൾ വരുന്നു സംഘപരിവാറുമായി ബന്ധപ്പെട്ട്. തീർച്ചയായും അതെ. അത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് CPM വിരുദ്ധത മാത്രമാണ് ഈ മാധ്യമങ്ങളും ചില രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ CPM വിരുദ്ധതയാണ്. കുറച്ചും കൂടി കടത്തി പറഞ്ഞാൽ അത് പിണറായി വിരുദ്ധതയാണ്. അതായത് ഈ നാട്ടിലെ ജനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഈ നാടിന്റെ ഭരണം ചരിത്രത്തിൽ ആദ്യമായി തുടർ ഭരണം നൽകിയതിനു ശേഷം, അതിനുശേഷമാണ് പ്രത്യേകിച്ചും, അതിനു മുമ്പും ഉണ്ട്, എന്നാൽ പ്രത്യേകിച്ച് അതിനുശേഷം ഒരു CPM വിരുദ്ധ രാഷ്ട്രീയം മാത്രമാണ് അവർക്ക് പറയാനുള്ളത്. അവിടെ സംഘപരിവാറിനെതിരെ പറയാനുള്ള അവസരങ്ങൾ അവർ മൗനം പാലിക്കും എന്നുള്ളതാണ്. അത് നമ്മൾ അങ്ങ് തന്നെ സൂചിപ്പിച്ചതുപോലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇതിൽ ആരാണ് കോൺഗ്രസ്, ആരാണ് BJP എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഒരു സെക്യുലർ ഒരു പിന്നെ ഒരു പ്രോഗ്രാമിനെ പോലും ഇവർ എങ്ങനെയാണ് മതവൽക്കരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോഴും ഇവർക്ക് പറയാനുള്ളത് ഈ പറയുന്ന വിശ്വാസികളെ സംബന്ധിച്ചുണ്ട്. ഞാൻ വിശ്വാസികളെ സംബന്ധിച്ചുള്ളതും വിശ്വാസത്തെ സംബന്ധിച്ചുള്ളതും ഒക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പിൽ അത് നിരന്തരം അത് ഉപയോഗിക്കാമെന്നും അത് നേട്ടമുണ്ടാക്കാമെന്നും ഇവർ കരുതുമ്പോൾ സ്വാഭാവികമായി ഇത് സംഘപരിവാർ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചാൽ കേരളത്തിലും ക്ലച്ച് പിടിക്കുമെന്നൊരു ധാരണയിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. മാധ്യമങ്ങൾ ഈ പറയുന്ന CPM വിരുദ്ധതക്കപ്പുറത്ത് മറ്റൊരു നിലപാടും പ്രധാനപ്പെട്ട മാധ്യമങ്ങൾക്കില്ല എന്നുള്ളതാണ്. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി CPM വിരുദ്ധ വാർത്തകൾ ചൂഴ്ന്ന് കണ്ടുപിടിക്കാൻ ഇവർ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മുടെ കൺമുന്നിൽ 4 RSSന്റെ പ്രവർത്തകർ, 4 BJP-യുടെ പ്രവർത്തകർ, 4 ക്രിമിനലുകൾ, CPM നേതാക്കളെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികൾ പച്ചയായി എല്ലാ തെളിവുകളോടും കൂടി സംഘപരിവാറിന്റെ അജണ്ടക്കനുസരിച്ച് പ്രവർത്തിച്ച ഒരു കൊലപാതകത്തെ പോലും അത് സംഘപരിവാർ കൊലപാതകമാണ് അല്ലെങ്കിൽ സംഘപരിവാർ അജണ്ടയാണെന്ന് പറയാൻ മടിക്കുന്നുണ്ടെങ്കിൽ കേരളം ഈ മാധ്യമ പ്രവർത്തനത്തെയും ഈ മാധ്യമ പ്രവർത്തകരെയും മാധ്യമ സംസ്കാരത്തെയും കൃത്യമായി തിരിച്ചറിയേണ്ട സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ നന്ദി ഷാനിബ് പ്രതികരിച്ചതിന്.